ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഈ കുട്ടിപ്പട്ടാളത്തിനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിത് എങ്ങോട്ടാണെന്നല്ലേ? കുറേ നാളായി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം കുട്ടികളെ എപ്പോഴും പറയും എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഈ ഓണത്തിന് എന്തായാലും ഒരു ചെറിയ ടൂറ് പോയി കളയാം. അതൊക്കെ അവർ സമ്മതിച്ചെങ്കിലും ഇന്ന് ഫുഡെങ്കിലും പുറത്തു പോയി കഴിക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹത്തെ നമ്മൾ കളയാൻ പാടില്ലല്ലോ. അങ്ങനെ അവരുടെ ബോറടി മാറ്റാൻ വേണ്ടി ഒരു നൈറ്റ് ഡ്രൈവും ഫുഡും ഒക്കെ ആവാമെന്ന് കരുതി ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ എഴുത്താണിയിലേക്കാണേ പോയേ, കൊട്ടാരക്കര. അവിടെ ചെന്നപ്പോഴോ അപ്പവും പൊറോട്ടയും പുട്ടും പൂരിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മലയാളികളുടെ വികാരമായ പൊറോട്ട തന്നെ കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുള്ളതല്ലേ, പൊറോട്ട ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അത് കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൊറോട്ടയും ബീഫുമാണ് നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ട ഭക്ഷണം. പക്ഷെ ഞങ്ങളുടെ കെട്ടിയന്മാർ മട്ടനാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ബീഫ് പറഞ്ഞു. ജീവിതത്തിന് പുറകെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചില സന്തോഷങ്ങൾ നമുക്കും വേണ്ടേ. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ലാസ്റ്റ് കുട്ടിപ്പട്ടാളത്തിനെല്ലാം ഓരോ ലൈം ജ്യൂസ് കൂടെ വാങ്ങിക്കൊടുത്തു. അവരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ആ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ചെയ്തു കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഇവർക്ക് കുറച്ച് സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടായിട്ട് മേടിക്കണമായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോണിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9:30 ആയി കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. എന്തായാലും പിള്ളേരെല്ലാവരും ഹാപ്പി ആയിരുന്നു, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന്. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.